സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ അനുവാദമില്ല. സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഘന മുരളി തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരും. അതിൽ കോഴിക്കോട്ടെ പ്രശ്നങ്ങൾ പറയാൻ ദീപക് തർമ്മം ചേരും. അതുപോലെ മധ്യ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു അറിയാൻ ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അതുപോലെ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും നമുക്കിപ്പം മഴയുടെ വാർത്തകളുമായി നമുക്കിപ്പം ഈ പ്രഭാതത്തിൽ മോർണിംഗ് ഷോയിൽ വരികയാണ്. ആദ്യം മേഘനയിലേക്ക്. മേഘന, ഗുഡ് മോർണിംഗ്. തലസ്ഥാന നഗരി എങ്ങനെ മഴയിൽ പൂണ്ടു കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് SKN. തലസ്ഥാനത്തും മഴ സജീവമാണ്. ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നുണ്ട്. നിലവിൽ തലസ്ഥാനത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂർ മാത്രമാണ് ഈ ഓറഞ്ച് അലർട്ട് ബാധകമാകുക. പൊതുവിൽ സംസ്ഥാനത്തുടനീളം മഴ സജീവമാണ്. മഴയും കാറ്റും സജീവമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ബാക്കി 11 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ ഈ യെല്ലോ മുന്നറിയിപ്പുള്ള ജില്ലകളിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നാളെ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. നാളെ കഴിഞ്ഞ് കാലവർഷം ദുർബലമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പക്ഷേ കാലവർഷ മഴയാണ്, ഏതു നിമിഷവും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖല, മലയോര മേഖല, തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു ജാഗ്രത വേണം. അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുപോലെ പാലിക്കണം. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സുരക്ഷിതത്വം. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ചേർന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കോ അതല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് 40 കിലോമീറ്റർ വരെ ഇവിടങ്ങളിലൊക്കെ തന്നെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നു. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അവിടെയും 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത എന്ന് പറയുന്നു. കൊച്ചിയിൽ ഇപ്പോൾ തകർത്ത് മഴ പെയ്യുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ലാൽകൃഷ്ണൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണ. ഈ പ്രഭാതം മഴഭരിതമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഈ പ്രഭാതം മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴ പലയിടങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ പെരുമ്പാവൂർ, കോതമംഗലം ഭാഗത്തെല്ലാം ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. പെരുമ്പാവൂർ അത് ഇതുവരെ തോർന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ളവർ പറയുന്നത്. കിഴക്കൻ മേഖലകളിൽ കൂടുതൽ മഴ ശക്തമാകുന്നത് ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകൾ പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. പെരിയാറിന്റെ പല തീരങ്ങളിലും വെള്ളം കുത്തനെ ഒഴുകിയെത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്കമാലി അടക്കമുള്ള മേഖലകളിലും മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാത്തത് ഭാഗ്യവശാൽ തന്നെ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി തീരദേശ മേഖലയിലേക്ക് കിടക്കുകയാണെങ്കിലും ആശങ്കയ്ക്ക് അല്പം ആക്കം കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ SKN പറഞ്ഞ പോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുള്ള ഒരു കാറ്റിന് സാധ്യതയുണ്ട്. തീരദേശത്ത് ജാഗ്രത പാലിക്കണം എന്നും നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലടക്കം ഇടിമിന്നലിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങുമ്പോഴെല്ലാം അത്തരം ജാഗ്രത പാലിക്കണം. ഇടുക്കി അടക്കമുള്ള മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്ര അനാവശ്യമാണെങ്കിൽ ഒഴിവാക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സാഹസിക വിനോദങ്ങൾക്കും ഈ ജില്ലയിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും നിലവിൽ നിരോധനം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം വിനോദങ്ങളും വിനോദ പരിപാടികളും ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് പൂർണ്ണമായിട്ട് നൽകിയത്. അതോടൊപ്പം കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ ചേരുകയായിരുന്നു. ചന്ദ്രൻ ചെറുകിൽ ചോദിക്കുന്നു, മധുകൊട്ടാരക്കാർ പറഞ്ഞത് ഈ ഭൂചലനം ഇന്തോനേഷ്യയിൽ തീവ്രത 7.3 എന്നാണ്. ട്വിറ്ററിൽ എഴുതി കാണിക്കുന്നത് 8.2. ഇന്തോനേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 8.2 അമേരിക്കയിലെ മാപിനികളുടെ അളവനുസരിച്ച് അത് 7.3 മധുകൊട്ടാരക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി കൃത്യമാണ് അമേരിക്കയുടെ റിപ്പോർട്ടിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അവിടെയൊക്കെ പലപ്പോഴും യോഗങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, 4 മണിക്കൊരു യോഗം നടത്താൻ തീരുമാനിച്ചാൽ അടുത്ത ആഴ്ച അവരാദ്യം കാലാവസ്ഥ നോക്കും, മഴ പെയ്യുമെന്ന്. അപ്പോൾ 3:55 വരെ മഴ പെയ്യുന്നു എന്നുള്ള അവർ കണ്ടുപിടിച്ചാൽ 5 മിനിറ്റ് കഴിയുമ്പം ആ 3:55 തന്നെ മഴ നിൽക്കും എന്നുള്ളതാണ്. അത്രയും കൃത്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അമേരിക്കയെ പോലെ വികസിത രാഷ്ട്രത്തിന്. ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോടും വടക്കൻ കേരളത്തിലും കാര്യമായി മഴയുണ്ട്. ദീപക് തർമ്മടം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. മഴ വാർത്തകൾ എന്തൊക്കെയാണ് ദീപക്? വെരി ഗുഡ് മോർണിംഗ് SKN. SKN ഇപ്പോൾ മഴയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പോൾ മഴ പെയ്യുന്നില്ല. പക്ഷേ എന്നാൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കാലാവസ്ഥ
നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം 50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിന്, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മറ്റൊന്ന്, കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും മാത്രമായി, മലബാറിലാകുമ്പോൾ മലപ്പുറത്ത് മാത്രമായി ഒരു 3 മണിക്കൂറിൻ്റെ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ഇന്ന് പൂർണ്ണമായും ഉണ്ട്, ഇന്നത്തെ ദിവസം മുഴുവനുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി 3 മണിക്കൂറിൻ്റെ ഓറഞ്ച് അലർട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ്. പൊന്നാനി മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശത്ത് വലിയ ജാഗ്രത വേണം. മത്സ്യബന്ധനത്തിന് ആരും തന്നെ കടലിലേക്ക് പോകരുത്. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ചെറുവള്ളവുമായി പോകുന്നവർ കൂടുതലാണ്. അതുകൊണ്ട് അവർ കൃത്യമായ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപിലെ മത്സ്യബന്ധനം അപകടകരമായ സാധ്യതയിലാണ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മറ്റൊന്ന്, മലയോര മേഖലയിൽ ജാഗ്രത വേണം. മലയോര മേഖലയിലാണെങ്കിൽ താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഫയറിൻ്റെ ഒരു കൺട്രോൾ, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ ഒരു താൽക്കാലിക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചുരത്തിലെ നിയന്ത്രണം തുടരുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ ലാൽകൃഷ്ണ പറഞ്ഞ പോലെ മലബാറിലും എല്ലാ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കെയിൻ, അതായത് ജില്ലാ ഭരണകൂടം എന്തിനും സജ്ജമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും വയനാട് ജില്ല വലിയ ജാഗ്രതയിലാണ്. അതുപോലെ തന്നെ സമാനമായ പ്രാധാന്യത്തോടെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കെയിൻ, താങ്ക് യു ദീപക് തർമ്മണം, കെയറൊക്കെ എടുക്കുക. അപ്പോൾ ഒരു സുഹൃത്ത് എഴുതിയിരിക്കുക, ശ്രീണൻ ചേട്ടാ, ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ന്യൂസ് കാണുന്നത്, സൂപ്പറായിട്ടുണ്ടല്ലോ, എനിക്ക് വലിയ മോഹഭംഗമായി. താങ്കൾ ആദ്യമായിട്ടാണ്, എത്ര കൊല്ലമായെന്നറിയാം നമ്മൾ ഈ വാർത്തയും കൊണ്ട് ഇറങ്ങിയിട്ട്, രാവിലെ മുണ്ടുകൊടുത്ത് ഇങ്ങനെ കുടുങ്ങി വന്നിട്ട് വാർത്ത വായിക്കാൻ നിങ്ങളാരും കണ്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? ഓക്കെ, ഇനി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടി ഈ മഴയുടെ വാർത്തകളുമായി ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ ടോബി, വല്ലാത്ത തണുപ്പ് ടോബി, അത്യാവശ്യം മഴ തന്നെ ഞാൻ സ്റ്റുഡിയോക്കുള്ളിലേക്ക് വന്നത്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും. രാവിലെ നല്ല മഴയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് അതിശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഇടവിട്ട് പെയ്യുന്നതുകൊണ്ട് ഒരു അല്പം ആശ്വാസമുണ്ടെന്ന് പറയാം. പക്ഷേ ഇന്നലെയും ഇന്നും ശക്തമായിട്ടുള്ള മഴ, അന്തരീക്ഷം മേഘാവൃതമാണ് 24 മണിക്കൂറും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആശങ്കയുണ്ടാകുന്നത് ഈ മീനച്ചിലാറിൻ്റെയും മണിമലയാറിൻ്റെയൊക്കെ അവസ്ഥ എന്ത് എന്നുള്ളത് തന്നെയാണ്. ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് ഈ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. നമുക്കിപ്പോൾ കാണാം, ഞാനിപ്പോൾ താഴത്തങ്ങാടി ഭാഗത്താണ് നിൽക്കുന്നത്. അവിടുത്തെ ജലനിരപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഉള്ളതുപോലെയല്ല. കഴിഞ്ഞ 4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തതിനെ തുടർന്നുണ്ടായ ആ ജലനിരപ്പ് ഉയർച്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതേ സ്ഥിതി തന്നെ ഒരു 2-3 ദിവസം കൂടി തുടർന്നു കഴിഞ്ഞാൽ ഈ മൈനച്ചിലാർ കരകവിഞ്ഞൊഴുകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ഒരു ഭൂപ്രകൃതി തന്നെ അങ്ങനെയാണ്. ഒരു വശത്ത് മലയോര മേഖല, കിഴക്കൻ മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വളരെ വേഗം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കോട്ടയം ജില്ലയിലുണ്ട്. ഏകദേശം ഒരു 7 മണിക്കൂർ കൊണ്ടൊക്കെ ഈ വെള്ളം ഒഴുകി താഴ്ന്ന പ്രദേശത്തേക്ക് എത്തും. കുട്ടനാട്, അപ്പർ കുട്ടനാട് പോലെയുള്ള കുമരകം, അതുപോലെ അയ്മനം, ചിങ്ങവനം, തിരുവാർപ്പ്, കോട്ടയം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലെ പല ഭാഗങ്ങളുമൊക്കെ അങ്ങനെ വെള്ളത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും അടിയന്തരമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ച് സ്വീകരിക്കേണ്ട നിലപാടുകളൊക്കെ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഖനനം നിരോധിച്ചിട്ടുണ്ട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലൊക്കെ. അതിനപ്പുറത്തേക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായിട്ടുള്ള കാറ്റ്, ഇന്നലെ അവസാനം വന്ന ആ ഒരു നിർദ്ദേശം, മുന്നറിയിപ്പ് പ്രകാരം 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകരുതൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ പലയിടങ്ങളിലും കനത്ത മഴ പെയ്യുന്ന കാര്യം പറയുന്നത്. കോട്ടയം, അതുപോലെ എറണാകുളം, തൃശ്ശൂർ, ഇടുക്കിയിലെ കട്ടപ്പനയിലൊക്കെ കനത്ത മഴ, രാവിലെ 6 മണിക്ക് തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ലെന്നൊക്കെ പ്രേക്ഷകർ എഴുതുന്നുണ്ട്. അപ്പം കളക്ടറേറ്റ് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നു. കളക്ടർമാർക്ക് ഉറങ്ങാൻ പറ്റിയ സീസണല്ല ഇതെന്ന് മനസ്സിലാക്കുക. എന്തായാലും പ്രേക്ഷകർക്ക് മഴയുടെ വാർത്തകളും ദൃശ്യങ്ങളും അയക്കാനും സൗകര്യമുണ്ട്. 6235968937 എന്ന വാട്സപ്പ് നമ്പർ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് മഴയുടെ വാർത്തകളും ദൃശ്യങ്ങളും അയക്കാം. ഒരു വാട്സപ്പ് നമ്പറാണത്, നമുക്കത് ഉപയോഗിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.